യെസ്. ചോദ്യം നമ്പർ 213 ശ്രീ സജീവ് ജോസഫ്, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. സർ, 1956 കമ്പനീസ് ആക്ട് പ്രകാരം 72ലാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മിതമായ പലിശ നിരക്കിൽ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കോർപ്പറേഷൻ്റെ വിവിധ വായ്പാ പദ്ധതികളിലൂടെ വായ്പകൾ ലഭ്യമാക്കുന്നതിനും അതുവഴി അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്നതിനുമാണ് കോർപ്പറേഷൻ നിലകൊള്ളുന്നത്. നിലവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 50,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ വായ്പ നൽകാനുതകുന്ന വിവിധ പദ്ധതികൾ കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്നു. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ്റെ മുഖ്യ കാര്യാലയത്തിനു കീഴിൽ 14 ജില്ലാ കാര്യാലയങ്ങളും 3 ഉപജില്ലാ കാര്യാലയങ്ങളും പ്രവർത്തിച്ചു വരുന്നു. ദേശീയ പുനർവായ്പാ ഏജൻസികളുടെ വായ്പാ സഹായവും സംസ്ഥാന സർക്കാരിൻ്റെ മൂലധന സഹായവും ഉപയോഗിച്ചാണ് കോർപ്പറേഷൻ വായ്പാ വിതരണം നടത്തുന്നത്. സർ, ബി, പ്രസ്തുത കോർപ്പറേഷൻ വായ്പകൾ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കോർപ്പറേഷൻ നിലവിൽ നടപ്പിലാക്കുന്ന വിവിധ വായ്പാ പദ്ധതികളുടെ ഇല്ല സർ, കഴിഞ്ഞു. പ്രസ്തുത ജാമ്യം നിർദ്ദിഷ്ട ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റുകൾ, LIC പോളിസി എന്നിവയ്ക്ക് പുറമെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗ്യാരണ്ടിയിലും വായ്പകൾ അനുവദിക്കുന്നുണ്ട്. ഡി, വസ്തുജാമ്യം നിർദ്ദിഷ്ട ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റുകൾ, LIC പോളിസി എന്നിവയ്ക്ക് പുറമെ ആണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഗ്യാരണ്ടിയിലും കോർപ്പറേഷൻ വായ്പകൾ നൽകി വരുന്നത്. കുടുംബശ്രീ മുഖേനയുള്ള വനിതാ സംരംഭക വായ്പകൾക്ക് ജാമ്യം ഒഴിവാക്കി വായ്പ നൽകുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സാർ. യെസ്. ശ്രീ സജീവ് ജോസഫ്. സാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ ലോണുകൾ നൽകുന്നതിന് മടിക്കുകയാണ് സാർ. സിവിൽ സ്കോറും മറ്റ് കാരണങ്ങൾ പറഞ്ഞ് നിരാശരാക്കിയാണ് അവർ. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കോർപ്പറേഷൻ്റെ പ്രസക്തി. സാർ, കുറച്ചു കാലങ്ങളായിട്ട് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വൈമുഖ്യം കാണിക്കുകയാണ്. ലോണുകൾക്ക് ഗ്യാരണ്ടി ഏർപ്പെടുത്തിയത് പുനഃപരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് സാർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം സാർ, ഇത് ഈ ഗ്യാരണ്ടി ഏർപ്പെടുത്തിയ അങ്ങനെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതിൽ ഇളവ് നൽകി കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുമോ, അതിന് അനുകൂലമായ നടപടി സ്വീകരിക്കുമോ, പുതിയ അപേക്ഷകൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ്. സാർ, ഈ സ്ഥാപനം നേരത്തെ ഒരു ലോസിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇപ്പോൾ ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. സാർ, ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയ്ക്ക് ഒരു മാനദണ്ഡം തന്നെയാണ് സാർ നമ്മളിതിനു വേണ്ടി സ്വീകരിച്ചു വരുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഉദ്യോഗസ്ഥരുടെ ജാമ്യവും ആൾജാമ്യവും വസ്തുജാമ്യവുമാണ് ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബശ്രീകളെ ഉൾപ്പെടുത്തി അവർക്ക് ഒരു ജാമ്യമില്ലാതെ ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. സാർ. യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ലോൺ എടുക്കുകയും കുടിശ്ശികയായവർക്ക് നിരവധിയായ ആൾക്കാരുണ്ട്. കുടിശ്ശികയായതിനാൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട മറ്റ് പലർക്കും അപേക്ഷിക്കുമ്പോൾ അപേക്ഷ പരിഗണിക്കുന്നില്ല. ഈ ചെറിയ തുക പോലും കുടിശ്ശികയായവർക്ക് പിന്നീട് ലോൺ അനുവദിക്കുന്നില്ല. സാർ, ഇത് പരിശോധിച്ച് കുടുംബത്തിൽപ്പെട്ടവർക്ക് മറ്റുള്ളവർക്ക് ലോൺ അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. യെസ് മിനിസ്റ്റർ. സാർ, ആ നടപടി ഇപ്പോൾ സ്വീകരിച്ച് വരുന്നുണ്ട്. സാർ, ഇപ്പം നമ്മൾ ഒരു കുടുംബത്തിലെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അത്തരം ലോണുകൾ 70% വരെയും അതേപോലെ തന്നെ ചിലത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സർക്കാരിൻ്റെ ഈ കരുതലും കൈത്താങ്ങും പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ സാമ്പത്തിക വർഷവും മാർച്ച് മാസത്തിൽ നമ്മളൊരു അദാലത്ത് സംഘടിപ്പിച്ച് ഈ പറയുന്ന പോലെ മരണപ്പെട്ടവരുടെയും അതേപോലെ തന്നെ വലിയ കുടിശ്ശികയായി യാതൊരു കാരണവശാലും തിരിച്ചടയ്ക്കാൻ സാധ്യതയില്ലാത്ത കുടുംബങ്ങൾക്ക് 70%, ചിലത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടി ഇപ്പോൾ കോർപ്പറേഷൻ സ്വീകരിച്ചു വരുന്നുണ്ട്. ശ്രീ സണ്ണി ജോസഫ്. സാറേ, പട്ടികവർഗ ഊരുകൾ അതിനെപ്പം ഉന്നതികളെന്നാക്കി ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നു. പക്ഷേ ഉന്നതികളെന്ന നാമകരണം കൊണ്ട് മാത്രം പേര് വിളിച്ച് അവരെ ഔന്നത്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മാത്രമായില്ല, പല സ്ഥലത്തും അടിസ്ഥാന സൗകര്യങ്ങളില്ല. വീടുകൾ വളരെ ചോർന്നൊലിക്കുന്നതാണ്. അതേപോലെ തന്നെ കുടിവെള്ളമില്ല, റോഡുകളില്ല, വൈദ്യുതി കണക്ഷൻ പല സ്ഥലത്തും വിച്ഛേദിക്കുന്നു. ആദിവാസി പുനരധിവാസ മേഖലയിൽ പോലും നമുക്കറിയാം വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. ആനമതിൽ നിർമ്മാണം തടസ്സപ്പെട്ടതാണ് ഒരു വലിയ പ്രശ്നം. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ആറളം ഉൾപ്പെടെയുള്ള ആദിവാസി പുനരധിവാസ മേഖലയിൽ ഉന്നതികളിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതി
തയ്യാറാക്കുമോ നടപ്പിലാക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ ഇവിടെ ചോദിച്ചത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഉള്ളത്. പക്ഷേ ബഹുമാനപ്പെട്ട MLA ചോദിച്ചത് മറ്റിതര ചോദ്യം അടുത്തായിട്ട് വരുന്നുണ്ട് സാർ. ആ സമയത്ത് ഉത്തരം പറഞ്ഞോ, അറിയാവുന്നെങ്കിൽ പറഞ്ഞോ. ഇപ്പം നമ്മൾ വകുപ്പ് ഇപ്പോൾ ഉന്നതി എന്നുള്ള പേര് പുതിയതായിട്ട് നമ്മൾ നാമകരണം ചെയ്തതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പിലെ ഏകദേശം പദ്ധതികൾ നമ്മളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം ഗവൺമെൻറ് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്ലാൻ ബോർഡിൻ്റെ ഒക്കെ ഒരു ഡിസ്കഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരം ഉന്നതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള കുടിവെള്ളം, അതുപോലെ റോഡ് ആക്സസ്, അതുപോലെ തന്നെ ഈ വൈദ്യുതി, മശാനം, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു പാക്കേജ് തന്നെ നമ്മൾ ഈ പ്രാവശ്യം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പദ്ധതി വെച്ച് വളരെ പ്രധാനപ്പെട്ട ഉന്നതികളിൽ അത്തരം പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും സാർ. ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി. സാറ് UDFൻ്റെ ഭരണകാലഘട്ടത്ത് ആരംഭിച്ച അംബേദ്കർ ഗ്രാമ പദ്ധതി ഇപ്പോഴും തുടരുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പല ഉന്നതികളിലും അല്ലെങ്കിൽ ഈ ഗ്രാമങ്ങളിൽ ചെന്ന് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇതിനാവശ്യമുള്ള പണം തികയാത്ത സാഹചര്യമാണുള്ളത്. അവിടെയുള്ള ആളുകളെല്ലാം പരസ്പരം ബഹളം ഉണ്ടാക്കുകയാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ 1 കോടി രൂപ എന്നുള്ളത് 2 കോടി ആക്കാനും, അല്ലെങ്കിൽ അവിടെ മുൻപുള്ള നിബന്ധനകൾ മാറ്റിയിട്ട് അവിടെയുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൃത്യമായും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുത്ത് ഈ പണം വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കും. യെസ് മിനിസ്റ്റർ. സാർ, നമ്മൾ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് പൊതുവെ അവരുടെ പൊതുവായിട്ടുള്ള ലൈഫ് ഭവന പദ്ധതി പ്രകാരം നമ്മൾ വീട് നൽകി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട്. ഇങ്ങനെ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതിൻ്റെ പുറമെയാണ് സാർ ഒരു അഡീഷണൽ പദ്ധതി എന്ന നിലയ്ക്ക് അംബേദ്കർ ഭവന പദ്ധതി നമ്മൾ നടപ്പാക്കുന്നത്. അത് നേരത്തെ സർക്കാർ ഉത്തരവ് പ്രകാരം ഒരു യൂണിറ്റിന് 1 കോടി രൂപയായിരുന്നു നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 25 ഫാമിലി ഉൾപ്പെടുന്ന രീതിയിലാണ്. പക്ഷേ നമ്മൾ 2016 മുതലാണ് ആ പദ്ധതി നമ്മൾ ആരംഭിച്ച് വന്നത്. ഇപ്പോൾ നമുക്ക് 25 ഫാമിലി എന്ന നിലയ്ക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 1 കോടി രൂപയുടെ യൂണിറ്റ് ഒരു ഉന്നതിക്ക് അനുവദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഭേദഗതി വരുത്തി 50 വീടാക്കിയും അതുപോലെ തന്നെ 75 വീടാക്കിയും നമ്മൾ ചുരുക്കി അതിന് അനുസൃതമായി ഫണ്ട് വിനിയോഗിക്കുന്ന രീതിയാണ് സാർ നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. അത് കൂടുതൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഒരു സാമ്പത്തിക വർഷം 50 യൂണിറ്റാണ് നമ്മൾ എടുത്തു വരുന്നത്. ആ കാര്യങ്ങൾ ഭാവിയിൽ പരിശോധിക്കും സാർ. ശ്രീ എം വിൻസെന്റ്. സർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ആവശ്യമാണ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ സഹായം. സാറ്, വരുമാനം പൊതുവെ കുറവായതുകൊണ്ട് സ്വാഭാവികമായും ബാങ്കുകൾ അവർക്ക് വായ്പകൾ നിഷേധിക്കുകയാണ് പതിവ്. അതുകൊണ്ട് അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സ്വയം തൊഴിൽ കണ്ടെത്താൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് പലിശരഹിത വായ്പയും ഗ്രാൻറ്റും നൽകാനുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുന്നു. മിനിസ്റ്റർ. സാർ, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നമ്മൾ SC/ST കോർപ്പറേഷൻ തന്നെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് സാർ. ഇത്തരം സംരംഭങ്ങളും ഒക്കെ ആരംഭിക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ള യുവതിയുവാക്കൾക്ക് നമ്മുടെ കോർപ്പറേഷൻ ചെറുതും വലുതുമായിട്ടുള്ള സംരംഭങ്ങൾക്ക് ലോണ് കൊടുക്കുന്നുണ്ട് സാർ. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പൊതുവായിട്ട് നടപ്പാക്കുന്ന ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പദ്ധതിയിലും നമ്മുടെ SC/STക്കാരെ ഉൾപ്പെടുത്തി നമുക്ക് അത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു തടസ്സവുമില്ല. അതിന് പുറമേ തന്നെ നമ്മൾ SC/ST വകുപ്പിൽ യുവതിയുവാക്കൾക്ക് തൊഴിലും വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വയം സഹകരണ സംഘങ്ങൾ, മറ്റ് സൊസൈറ്റികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സാർ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ശ്രീ KM സച്ചിൻ ദേവ്. സർ, SC/ST കോർപ്പറേഷൻ വായ്പ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമോ? ഇതിനായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം എത്രത്തോളം ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? മിനിസ്റ്റർ. സാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ തൃശ്ശൂരാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഹെഡ് ഓഫീസ് ഉൾപ്പെടെ നമ്മളിപ്പോൾ 17 ഓഫീസുകളാണ് ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്നത്. അതിൽ 3 അതിൻ്റെ സബ് ഓഫീസുകളാണ്. ഒന്ന് കിളിമാനൂരും, ഒന്ന് വണ്ടൂരും, ഒന്ന് ചേലക്കരയുമാണ് പ്രവർത്തിച്ച് വരുന്നത്. ഇതിന് പുറമെ നമ്മൾ SC/STക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ച് നമ്മൾ കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ സർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായം ഇവിടെ ചോദിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തന്നെ ഗവൺമെൻറ് 150 കോടി രൂപ
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലോൺ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തുക ലഭിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റിൽ എല്ലാ വർഷവും നമ്മൾ കോർപ്പറേഷന് ഒരു നിശ്ചിത സംഖ്യ നമ്മൾ മൂലധനം കൊടുക്കുന്നുണ്ട്. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് കൂടുതൽ ലോണുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സാർ. ശ്രീ NK അക്ബർ. SC/ST കോർപ്പറേഷൻ വായ്പാ തിരിച്ചടവ് കുടിശ്ശിക ഒഴിവാക്കുന്നതിനായി വായ്പ എടുക്കുന്നവർക്ക് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്? സാർ അത് ഞാൻ സൂചിപ്പിച്ചു സാർ. ഞാൻ എല്ലാ വർഷവും നമ്മൾ ഈ പിന്നെ മരണപ്പെട്ട കുടുംബങ്ങൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു വരുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഈ തീരെ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളുടെ ഒറ്റത്തവണ തീർപ്പാക്കൽ, കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി, പ്രത്യാശ വായ്പാ പദ്ധതി എന്ന നിലയ്ക്ക് നമ്മൾ ചില പരിപാടികൾ സംഘടിപ്പിച്ച് ഇവരുടെ ലോണുകൾ എഴുതി തള്ളുന്നതിനും ഒക്കെയുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ശ്രീ N ഷംസുദ്ദീൻ. സർ, ഞാൻ ഈ പട്ടികജാതി വർഗ്ഗക്കാർക്ക്, ഭൂരഹിതരായ പട്ടികജാതി വിഭാഗത്തിന് സർക്കാർ കൊടുക്കുന്നത് 3 സെൻറ്റ് ഭൂമിയാണ്. സർ, ഈ കോർപ്പറേഷൻ വായ്പക്ക് ആ 3 സെൻറ്റ് ഭൂമിയുമായിട്ട് ചെന്നാൽ വായ്പയില്ല. മിനിമം 5 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിലേ വായ്പയുള്ളൂ. അതോടൊപ്പം തന്നെ അങ്ങക്ക് അറിയുന്നത് പോലെ ഈ ഭൂമി വിൽക്കാനും പാടില്ല. ഇപ്പോൾ മണ്ണാർക്കാട് മണ്ഡലത്തിലൊരു കേസ് ഞാനൊരു ഇളവിന് വേണ്ടി അങ്ങേക്കൊരു അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിൽ ഭാര്യയ്ക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഭൂമിയുണ്ട്. അതിൽ വീട് വെക്കണമെങ്കിൽ ഈ ഭൂമി വിൽക്കണം. അപ്പം വിൽക്കാനും പെർമിഷൻ ഇല്ല. ഈ 3 സെൻറ്റ് ആയതുകൊണ്ട് കോർപ്പറേഷൻ വായ്പയും കൊടുക്കില്ല. അപ്പോൾ അതിനൊരു ഇളവ് വേണമെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ 3 സെൻറ്റ് വായ്പയായി സ്വീകരിക്കില്ല എന്നുള്ള മാനദണ്ഡം മാറ്റുമോ? മിനിസ്റ്റർ. സാർ, നമ്മളിപ്പോൾ ഈ SC/STക്കാർക്ക് ഈ ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പ്രയത്നമാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലോറിൽ തന്നെ നിരന്തരമായിട്ട് നമ്മുടെ SC/ST വിഭാഗത്തിന് ഭൂമി ഇല്ല, അവരെല്ലാവർക്കും ഭൂമി ലഭ്യമാക്കണം എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് സാർ ഇപ്പോൾ ചില ഭൂമികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്തരം കൊടുത്ത ഭൂമി വിൽക്കണം എന്ന് പറഞ്ഞിട്ട് ചില ഗുണഭോക്താക്കൾ വകുപ്പിനെ സമീപിക്കാറുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വളരെ ലെയറാണെങ്കിൽ, വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ, അത് ചില ക്യാൻസർ രോഗം പോലെയുള്ള കുടുംബമൊക്കെയാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്ത കുടുംബത്തിന് പ്രത്യേക ഒരു പെർമിഷൻ വെച്ചിട്ട് നമ്മൾ സ്ഥലം വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നമ്മൾ നൽകി വരുന്നുണ്ട് സാർ. പിന്നെ ഈ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഈ കോർപ്പറേഷൻ്റെ അകത്ത് ഇപ്പോൾ കാലാനുസൃതമായി നമ്മുടെ ലാൻഡിൻ്റെ ഭൂമി കോർപ്പറേഷൻ പരിധിയിലും പഞ്ചായത്ത് പരിധിയിലും ഒക്കെ ഭൂമിയുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാണിച്ച് ശരിയാണ്. ചിലപ്പോൾ നമ്മൾ സർക്കാർ ഉത്തരവ് പ്രകാരം നമ്മളിപ്പോൾ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് ചിലപ്പോൾ കിട്ടാത്തൊരു സാഹചര്യം നിലവിലുണ്ട് സാർ. കാര്യങ്ങൾ പരിശോധിക്കും.